യേശുദേവൻ എന്നുള്ള KP കേശവമേനോന്റെ മനോഹരമായ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്ധകാരത്തിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യനെ പ്രകാശിതമാക്കിയതാണ് ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ ദൗത്യമെന്നാണ്. മനുഷ്യന്റെ അന്ധകാരത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരിക. അറിവില്ലായ്മ അന്ധകാരമാണ്, നിവൃത്തിയില്ലായ്മ അന്ധകാരമാണ്, ഒന്നുമില്ലായ്മ അന്ധകാരമാണ്. ആ അറിവില്ലായ്മയിലേക്ക് അറിവിന്റെ വെളിച്ചം കൊണ്ടുവരിക, ഒന്നുമില്ലായ്മയിലേക്ക് ഒരുപാട് നന്മകൾ കൊണ്ടുവരിക, തിന്മയുടെ ഇരുട്ടിലേക്ക് നന്മയുടെ പ്രകാശം കൊണ്ടുവരിക. ആ പ്രകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലും പ്രകാശത്തെക്കുറിച്ച് ആദ്യത്തെ അധ്യായം തന്നെ പറയുന്നതല്ലേ, ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു, അല്ലേ? ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് ഇരുട്ടെന്നും പേരിട്ടു. പിന്നെ സന്ധ്യയുണ്ടായി, ഉഷസ്സുണ്ടായി, ഒന്നാം ദിവസം. അതാണ് അന്ധകാരത്തിലേക്ക് വെളിച്ചം പരത്തിക്കൊണ്ടാണ്. ആ പ്രകാശമാണ്. ആ പ്രകാശം ഇന്ന് നിങ്ങളുടെ സഭ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും, വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത്, ആത്മീയ രംഗത്ത്, അങ്ങയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മഹാദൗത്യങ്ങളും ആ അന്ധകാരത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ള പ്രയാസമാണ്.